ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ചോറും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വളരെ സിമ്പിളായിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്ന പൂരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കണ്ട, വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് ചോറാണ്. കപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങളൊരു ഗ്ലാസ്സിൽ അളന്നാലും മതി കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. തലേ ദിവസത്തെ ചോറായാലും പ്രശ്നമില്ല, ഇനി അന്ന് വെച്ച ചോറായാലും പ്രശ്നമില്ല കേട്ടോ. ഏത് അരിയുടെ ചോറ് വെച്ചിട്ടും നമുക്കിത് ചെയ്തിട്ടെടുക്കാം. ഇത് റേഷൻ അരിയുടെ ചോറാണ്. ഇനി ഈ ഒരു കപ്പ് ചോറിനകത്തോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം ഒരു കപ്പ് മൈദ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഞാൻ ഒന്നും കൂടെ നല്ലത് ഗോതമ്പ് പൊടി അല്ലേ എന്ന് വിചാരിച്ച് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് അളവ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് ചോറ്, ആ ഒരു അളവിലാണ് എടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ചോറിനകത്ത് ഉപ്പ് ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് ഓവർ ആവാണ്ട് നോക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അധികം സമയവും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ജാറിനകത്തോട്ട് നമുക്ക് ഇതിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടുന്നതാണ്. അരഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ മാവ് വാട്ടി കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ ഇത്രയും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന്. ഇപ്പോൾ കണ്ടിട്ട് മിക്സിയുടെ ജാറിനകത്തൊന്നും അധികം ഒന്നും ഒട്ടിപ്പിടിക്കാണ്ട് വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ മിക്സിയുടെ ജാറിന് കംപ്ലൈൻറ്റ് വരുമൊന്നും ചെയ്യില്ല കേട്ടോ. കുറച്ചിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് ചോറും ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ചെയ്യുക. നിങ്ങളുടെ മിക്സിയുടെ ജാറിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ചെറിയ മാറ്റം വന്നേക്കാം. അപ്പോൾ ഞാനിതാ 2 പ്രാവശ്യമായിട്ട് ഇവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ വാട്ടി കുഴച്ചെടുക്കില്ല, ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോഴേക്കും നമ്മൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത പോലെ തന്നെ ആയിട്ട് കിട്ടും കേട്ടോ. കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ബൗൾ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോളുകളാക്കിയിട്ട് എടുക്കണം. ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കില്ലേ, അത്രയും പോകുന്ന ബോളുകളാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 കപ്പോ 3 കപ്പോ എത്ര കപ്പ് ചോറ് എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടി എടുക്കുക. കറക്റ്റ് അളവായിരിക്കണം. വെള്ളം ഒട്ടും ചേർക്കരുത്, എന്നാലേ നല്ല രീതിയിൽ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ മുഴുവനും ഞാനിവിടെ ബോളുകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നത് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കണമെങ്കിൽ പരത്തിയെടുക്കുക. ഞാനിവിടെ പത്തിരി ബ്രസ്സിലിട്ടിട്ട് ബ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രസ്സിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് അതിൽ ബ്രസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരത്തിയിട്ട് വേണമെങ്കിൽ പരത്തിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു കട്ടിക്കാണ് പരത്തിയെടുത്തിട്ടുള്ളത്. നോർമൽ നമ്മൾ പൂരിയൊക്കെ ചെയ്യില്ല, അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് മാത്രം പൂരി ചെയ്തെടുക്കില്ല, അതുപോലെ. ഇനി നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. എന്നിട്ട് അതിലോട്ടാണ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത പാടന്നെ ഇത് പൊങ്ങി വരും കേട്ടോ. പിന്നെ മുകളിലോട്ട് കുറച്ചിങ്ങനെ ഓയിൽ ഒന്ന് തടവി കൊടുക്കുക. അങ്ങനെ തട്ടി കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. അടിപൊളിയായിട്ട് എനിക്കിവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ പൂരി അതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ. എണ്ണ കുടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ പൂരി കിട്ടുന്നതാണ്. അപ്പോൾ കറക്റ്റ് അളവാവണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ചോറ് വെച്ചിട്ട് ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വരുന്ന ചോറൊന്നും ഇനി ആരും കളയണ്ട. കാരണം ഇതുപോലെ നമുക്ക് രാവിലത്തേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ മുഴുവനായിട്ടും ഞാൻ അതുപോലെ അങ്ങ് റെഡിയാക്കി എടുക്കട്ടെ.
അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഞാൻ അതുപോലെ അങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നതാണ് കേട്ടോ, കുറേ സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നതാണ്. അങ്ങനെ ഇതാ മൊത്തത്തിലിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി പൂരിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കലും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ.